കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവർ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയാണ്. നീ അറിയാതെ എത്രയോ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി നിരങ്ങുകയാണ്. നീ അറിയാതെ എത്രയോ ബീച്ച് റോഡുകളിൽ കൊണ്ടുപോയി നിരങ്ങുകയാണ്. നീ അറിയാതെ എത്രയോ രാവുകളിൽ പരസ്യമായി രഹസ്യമായി ഫോൺ വിളിക്കുകയാണ്. നീ അറിയാതെ, നീ പോലും അറിയാതെ മൊബൈൽ ഫോൺ അവൾക്ക് ഇവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നീ അറിയാതെ രാത്രിയുടെ യാമങ്ങൾ റൂമിനകത്തിരുന്നു കൊണ്ട് അവൾ കാമുകനുമായി ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുന്നുണ്ട്. നീ അറിയാതെ IMIയിലൂടെ കണ്ടുവിളിക്കുന്നുണ്ട്. നീ അറിയാതെ അവളുമായി ചാറ്റിംഗ് നടത്തുന്നുണ്ട്. നീ അറിയാതെ രഹസ്യമായി വീഴ്ച നടത്തുന്നുണ്ട്. നീ വാതിന് വേണ്ടി പോകുന്ന സമയത്ത് നിന്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ മോശമായ രീതിയിലുള്ളതായ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. നീ കടയിൽ പോകുമ്പോൾ, നീ കമ്പോളത്തിൽ പോകുമ്പോൾ, എനിക്ക് സമയമില്ല, എനിക്ക് വേദനയാണ്, കൈകാലുകൾ വേദനയാണ്. നീ കൊച്ചാപ്പയുടെ മകളുടെ കല്യാണത്തിന് പോകുമ്പോൾ പോലും നിന്റെ മകളെ കൂടെ വിളിക്കുമ്പോൾ അവൾ പറയുകയാണ്, വാപ്പാ ഉമ്മ എനിക്ക് കൈവേദനയാണ്, കാലുവേദനയാണ്, എനിക്ക് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? വാതിന്റെ സദസ്സിലേക്ക് മാതാപിതാക്കൾ ക്ഷണിക്കുമ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പനി അഭിനയിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നതായ സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തി മാതാപിതാക്കളെ ചതിക്കുന്നതായ മുസ്ലിം സഹോദരിമാര്, സ്വന്തം സഹോദരങ്ങളെ ചതിക്കുന്നവർ, ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി നിലകൊള്ളുന്നതായ സഹോദരങ്ങളുണ്ട് അവൾക്ക്. അവരെ പോലും ചതിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത സഹോദരിമാരുണ്ടായി പോയില്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അവൻ കൊടുത്താകുന്ന വസ്ത്രമാണ്. അവനാണ് നെറ്റ് റീചാർജ് ചെയ്യുന്നത്. നീ ഓർക്കും ഈ മൊബൈൽ ഫോണിൽ എൻ്റെ മകൾ നെറ്റ് റീചാർജ് ചെയ്യുന്നില്ലല്ലോ, മൊബൈൽ ഫോണുണ്ട്, പക്ഷെ അത് അവൾക്കൂടെ കൂട്ടുകാരികളെ വിളിക്കാനാണെന്ന് പറഞ്ഞ് മക്കൾക്ക് അനുവദിച്ചു കൊടുക്കുന്നവരെ, പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. അബദ്ധജടിലമാകുന്ന വാദങ്ങളാണ് മക്കൾ നിങ്ങളോട് ഉന്നയിക്കുന്നത്. പാതിരാത്രി സമയത്ത് ആരും അറിയാതെ രഹസ്യമായ കാമുകന്മാരുമായി ഫോൺ വിളിയിലാണ്. എന്തിനാണ് 8ലും 10ലും +1 ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ എന്തിനാണ്? ഫേസ്ബുക്ക് എന്തിനാണ്? വാട്സാപ്പിലൂടെയുള്ള ചാറ്റിംഗ് എന്തിനാണ്? ആരോടാണിത് പറയുന്നത്? 40 കഴിഞ്ഞ ഉമ്മമാരാണ് ഇന്ന് ടിക്ടോക്കിന്റെ ലോകത്ത് വിഹരിക്കുന്നത്. മക്കളെ മുൻനിർത്തിയിട്ട് ടിക്ടോക്ക് കളിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ പിടിച്ചു കൊടുക്കുന്നത് 50ഉം 60ഉം വയസ്സുള്ളതായ ഉമ്മമാരാണ്. എനിക്ക് കൂടി കളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് മകളോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് ഡിസ്കോ ബ്രേക്കുകൾ ഇടുന്നത് 60ന്റെയും 40ന്റെയും ഇടയിലുള്ള സഹോദരിമാരാണ്. നാണമില്ലേ മുസ്ലിം സഹോദരിമാരെ? തലമറച്ചതാകുന്ന, പറുധരിച്ചതാകുന്ന മുസ്ലിം നാമധാരികളാകുന്ന സഹോദരിമാര് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോ ഈ നാട്ടിൽ വലിയ വിലയായിരുന്നു. നിങ്ങളുടെ വാപ്പ ഇന്ന ഹാജി ആരാണ്? നിങ്ങളുടെ ഉമ്മ ഹജ്ജ് ഉമ്മ ചെയ്തതാണ്, 10 ഹജ്ജ് ചെയ്തതായ ഉമ്മയുടെ മകളാണ്, 10 ഉംറ ചെയ്തതാകുന്ന സഹോദരിയുടെ മകളാണ്. പക്ഷേ മക്കളുടെ പോക്കേത് നിലയ്ക്കാണ്? ഹറാമായ ശൈലിയാണ്, ഹറാമായ പ്രവർത്തനമാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ വാളിന്റെ രാവുകളെ ഉപയോഗിക്കുന്നതാകുന്ന 40ന്റെയും 50ന്റെയും ഇടയിലുള്ളതാകുന്ന എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്. 4ഉം 5ഉം മക്കളുണ്ടായിട്ട് പോലും ഗതികെടാത്ത രീതിയിലുള്ള പ്രവർത്തനമല്ലയോ മുസ്ലിം സഹോദരിമാരിൽ നിന്നുള്ളത്? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നി ലഉബ്ഗിദുൽ മർആ തഖ്റുജു മിൻ ബൈതിഹാ തജുറു ദൈലഹാ വതസ്തകി അൻ സൗജിഹാ. ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ക്രോധമാണ്. ഏത് പെണ്ണെന്നറിയുമോ? അവൾ പാതിരാത്രി സമയമെന്നില്ല, പകൽ സമയമായിരുന്നാലും ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, തൊട്ട് പിറകെ സാരി ചുറ്റിയിട്ട് അവൾ ഇറങ്ങുകയാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയാൽ മതി, തൊട്ട് പിറകെ പർദ്ദ ധരിച്ചുകൊണ്ട് ഒരു കൊട പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. എന്തിനാണ്? കമ്പോളങ്ങളിൽ നിറങ്ങുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി, അന്യരാകുന്ന ചെറുപ്പക്കാരുമായി, അന്യരാകുന്ന സഹോദരങ്ങളുമായി സ്വറ പറയാനാണ് അവൾ ഇറങ്ങുന്നത്. അത്തരത്തിൽ കറങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കാണേണ്ടതില്ല. ഇന്നീ ലൗ ബഗളഹാ, എനിക്ക് അവളോട് വല്ലാത്ത
ദേശമാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി പറയുമ്പോ അത്തരത്തിലുള്ള സ്ത്രീകളില്ലായിരുന്നു. റസൂലുള്ള പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥയാണ് ഇന്നീല ഉബഗിദുൽ മർആ തഖ്റുജു മിൻ ബൈതിഹാ. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉടയാടകൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. അർദ്ധനഗ്നിയായി പുക്കുളിച്ചുഴി കാണിച്ചുകൊണ്ട്, മാറിടത്തിന്റെ പകുതി കാണിച്ചുകൊണ്ട്, പുറം ഭാഗം കാണിച്ചുകൊണ്ട്, ശരീരത്തിന്റെ മാർദ്ദവമുള്ള സ്ഥലങ്ങളിൽ മോശമായ വസ്ത്രവിധാനം ധരിച്ചുകൊണ്ട്, ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് നടക്കുന്നതായ ഭാര്യ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാൻ മടിയില്ലാത്തതായ ഭാര്യ, പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട ഭർത്താവ്, സൗദിയിലെ സ്വദേശിവൽക്കരണം വന്നിട്ട് പോലും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ കാല് പിടിച്ച്, അറബിയുടെ കാറ് കഴുകിക്കൊടുത്ത്, അറബിയെ വല്ലാതെ നിർബന്ധിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം, കാരണം എനിക്ക് 4 പെൺമക്കളാണ്, എൻ്റെ പാവപ്പെട്ട ഭാര്യ, എൻ്റെ കുടുംബം അനാഥമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവൻ അറിയുന്നുണ്ടോ, നിന്റെ ഭാര്യ അടിച്ചു പൊളിക്കുകയാണ്, നീ കൊടുക്കുന്ന പൈസയ്ക്ക് വിലയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ നരകത്തിലാണ്. ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ നരകത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിച്ചൊലിക്കുന്നതായ നരകം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭീകരമല്ലയോ നരകം? മുകളിൽ വല്ലാത്ത ചൂടാണ്, താഴെ വല്ലാത്ത ചൂടാണ്. താഴെ ഇതാ ചെമ്പ് നൽകിയിരിക്കുകയാണ്, മുകളിതാ ഈയത്തിനാൽ നൽകിയിരിക്കുകയാണ്. ചുറ്റും മുഴുവനും ഗന്ധകമാണ്, കറുത്ത പുകപടലമാണ്, ആരും പരസ്പരം കാണുകയില്ല. വല്ലാത്ത ചൂടാണ്. എന്തുകൊണ്ടാണ്? വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. ഭീമാകാരമാകുന്ന പാറക്കല്ലുകൾ ഇട്ടുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ദുഷിച്ചതാകുന്ന ജനങ്ങളെ വെച്ചുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇടുമോ? ആ നരകത്തിൽ റസൂലുള്ള പറയുകയാണ്, മിഅ്റാജിന്റെ രാവിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. അതിൽ കണ്ടത് സ്ത്രീവർഗത്തെയാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. എൻ്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ദേശത്തുള്ള സഹോദരിമാരെ, കുമ്മനം ഉസ്താദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. എന്തേ ഞങ്ങളെ ക്രൂശിക്കുകയാണോ? അല്ല, ഞാൻ അടച്ചു പറയുകയാണ്. മുസ്ലിം സഹോദരങ്ങളോടൊപ്പം മുസ്ലിം സഹോദരിമാരോട്, എന്നോടും എൻ്റെ കുടുംബത്തോടും ലോകത്തുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞ വാക്ക് മാത്രമാണ് പറയുന്നത്. ആ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളെ നരകത്തിൽ കൂടുതലായി കണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ബൽ യുക്ഫിർനൽ അശീർ. അല്ലാഹുവിനെ എതിർത്തുവെന്ന് മാത്രമല്ല, നമസ്കാരങ്ങൾ ചിട്ടവെക്കാതിരുന്നു എന്ന് മാത്രമല്ല, നോമ്പുകൾ പിടിക്കാതിരുന്നു എന്ന് മാത്രമല്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പാതിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ശരീരത്തിന്റെ കാമം തീർക്കാൻ വേണ്ടി കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്തിയവരാണ്. ആർക്കാണ് പറയാൻ സാധിക്കുക? ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന സഹോദരിമാരുണ്ടോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം അനിവാര്യമാക്കിയിരിക്കുകയാണ്. എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് സിനിമാ നടന്മാരെ കാണാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവൻ ഏതെങ്കിലും കടയിൽ കാണിക്കാൻ ദുൽഖർ സൽമാൻ വരുന്നുണ്ടോ, മോഹൻലാൽ വരുന്നുണ്ടോ, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ദേശത്ത് മാസങ്ങളായി ഫ്ലക്സ് ബോർഡുകൾ വരുന്നു. അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ചെറുപ്പക്കാരാ നീ എന്തിനാണടാ ഉറക്കമഴിക്കുന്നത്? നിനക്ക് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്ത് വേണ്ട,
വേണ്ടേ? ആരാണ് റസൂല്? ഈ ദുൽഖർ സൽമാനിനേക്കാൾ, മോഹൻലാലിനേക്കാൾ, സിനിമാ നടന്മാരെക്കാൾ, സിനിമാ നടിമാരെക്കാൾ ഇവരൊക്കെ മാസങ്ങളോളം മണിക്കൂറുകളോളം ബ്യൂട്ടീഷ്യന്റെ മുന്നിൽ ഇരുന്നിട്ടല്ലേ അവർക്ക് ആ സൗന്ദര്യം കിട്ടിയത്. എന്നാൽ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ്. ആയിഷ ബീവി പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീഴുകയാണ്. ഇരുട്ടിൽ ഞാൻ തപ്പോയാണ്. ഇരുട്ടാണ് എൻ്റെ വീട്, ചെറിയ വീടാണ്. 8 മുഴം നീളം 10 മുഴം വീതിയുള്ളതാകുന്ന ആ ചെറിയ വീടിനകത്തിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ തുണി തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ എൻ്റെ സൂചി നിലത്ത് വീണുപോയി. ആ സൂചിയൊന്നെടുക്കാൻ വേണ്ടി ഞാൻ പരതുമ്പോ അല്ലാഹുവിന്റെ റസൂല് വാതിക്കലേക്ക് വന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രഭയുടെ കാരണമായിട്ട്, വെളിച്ചം കാരണമായിട്ട് ചെറിയ സൂചി പോലും എനിക്കെന്റെ ഇരുട്ടിന്റെ മുറിയിൽ നിന്നെടുക്കാൻ സാധിച്ചുവെന്ന് ആയിഷ ബീവി വിവേചനം ചെയ്യുമ്പോ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ് മുത്തുനബി. ആ പ്രവാചകനെ മറന്നുകൊണ്ട് പ്രവാചകന്റെ തിരുസുന്നത്തുകളെ കാറ്റിൽ പറത്തി പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് മുടി ക്രോപ്പ് ചെയ്ത് ഹറാമുകൾ പ്രവർത്തിച്ച് കാമുകന്മാരുമായി ഭാഷണം നടത്തി കാമുകയുമായി രഹസ്യമായി വേഴ്ച നടത്തി എല്ലാ റിലീസിന്റെ പടങ്ങൾ കണ്ട് എല്ലാ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട് ഏത് സിനിമ ഇറങ്ങിയാലും റിലീസിന്റെ ദിവസം തന്നെ പോണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് അതിനുവേണ്ടി കൂട്ടുകാരും ഒന്നിച്ചു പോയി എല്ലാ പടങ്ങളും മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് രാത്രി മുഴുവൻ ഹെഡ്സെറ്റ് ഇട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് മോശപ്പെട്ട ഫിലിമുകൾ മുഴുവനും കണ്ട് രാത്രിയുടെ യാമങ്ങൾ മുഴുവനും കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തി നേരം വെളുക്കുന്നത് വരെ സംസാരിച്ച് അവസാനം നായയെ പോലെ സുബഹി നമസ്കരിക്കാതെ സുബഹിയുടെ സമയത്ത് പോത്തുപോലെ കടന്നുറങ്ങി 11 മണി വരെ ഉറക്കം നടന്ന് ഈ നാടിനും വേണ്ട, കുടുംബത്തിനും വേണ്ട, നാട്ടുകാർക്കും ഒരു ഉപകാരമില്ലാതെ ഈ ഭൗതിക ലോകത്ത് അടിച്ചു പൊളിച്ച് മോശപ്പെട്ട വസ്ത്രവിധാനത്തിലൂടെ നടക്കുന്നവരെ വെള്ള വസ്ത്രം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ വസ്ത്രവിധാനം ശരീരത്തിൽ ഇന്ന് വരെ ധരിക്കാതെ ഒരു ജോഡി പോലും വെള്ള വസ്ത്രം ഇന്ന് വരെ വാങ്ങാതെ സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്ന് ഏത് ഗാനമേളയുണ്ടോ, ഏത് സിനിമാ നടൻ വരുന്നുണ്ടോ, ഏത് സിനിമാ നടി എന്ത് പറയുന്നുണ്ടോ ആ ടിപ്സ് എല്ലാം അതേപോലെ എഴുതി വെച്ച് മനഃപ്പാഠമാക്കി അതെല്ലാം കൃത്യമായി അമൽ ചെയ്ത് റസൂലുള്ളാഹിയുടെ വാക്കിന് വില കൊടുക്കാതെ, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ, പ്രവാചകന്മാരുടെ വചനങ്ങളെ പരിപൂർണമായി അവഗണിച്ച് ദീനിനെ അവഗണിച്ച് സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അന്യരാകുന്ന ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പോകുന്നതായ സഹോദരിമാരെ, എവിടുന്നാണ് നിനക്ക് സ്വർഗം കിട്ടുക? ആയിഷ ബീവി പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ഫാത്തിമ ബീവി പറഞ്ഞ സ്വർഗത്തിലേക്ക്, അവര് തിക്കത്ത് നൽകുന്ന സ്വർഗത്തിലേക്ക്, ഉമ്മു സലീം ബീവി പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റുമോ? ആരാണ് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ? ഒരു ചെറിയ വ്യക്തിയല്ലയോ, ഒരു ചെറിയ വ്യക്തിത്വമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോ മദീന നിവാസികളാകുന്ന മുഴുവൻ സഹോദരങ്ങളും എല്ലാവരും അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുകയാണ്. എന്ത് വേണം റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ റെഡിയാവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന പ്രവാചകന് എന്ത് കൊടുക്കാനും റെഡിയായി മദീന നിവാസികൾ നിൽക്കുമ്പോൾ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു തആല മഹദി അവറുകൾ കൊണ്ടുവന്ന് കൊടുത്തത് 6 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോന് അനസിനെയാണ്. എൻ്റെ റസൂലേ, എൻ്റെ കയ്യിൽ ഈ മകനെയല്ലാതെ മറ്റൊന്നുമില്ല റസൂലേ, ഈ മകനെ സ്വാലിഹാക്കി കിട്ടണം റസൂലേ, അവിടുത്തേക്ക് ഖിദ്മത്തിനായി ഞാൻ ഈ മകനെ നൽകുകയാണ് റസൂലേ. 6 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ കൊണ്ടുപോയി കൊടുത്തു. ആ മകൻ 10 വർഷം ഖിദ്മത്തെടുത്തു. 16 വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത്. മനസ്സിലാക്കണം, ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം പുൽകിയ മഹദിയാണ്. ഉമ്മു സലീം ബീവി മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ വല്ലാത്ത സന്തോഷത്തിൽ നിലകൊണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്നു തൻ്റെ പ്രിയപ്പെട്ട മകനെ കൊടുത്തു. വേറൊന്നും കൊടുക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകനെ ഏറ്റെടുത്തു. 6 വയസ്സേ ഉള്ളൂ. ആ മകൻ 16 വയസ്സ് വരെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നിട്ട് അവസാനം പറഞ്ഞൊരു വാക്ക് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. പഠിക്കേണ്ട വാക്കാണ്.
റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹിയുടെ മദ്ഹായിട്ട് ഈ ഒരൊറ്റ വചനം മനസ്സിൽ തറയ്ക്കേണ്ടതാണ്. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഖദംതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത്, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തു, സേവനം ചെയ്തു. ഫമാ ഖാല ലി ലിമ സനഅത ഹകദാ വലിമ ലം തസ്നഅ ഹകദാ. എന്നോട് റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല, നീ എന്താടാ അങ്ങനെ ചെയ്യാതിരുന്നത്, നീ എന്താ അത് ചെയ്യാതിരുന്നത്, അല്ല എന്താ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. ആ കുട്ടി പറയാൻ 10 വർഷം, അതായത് ഞാൻ പറഞ്ഞത് കുട്ടികളോടുള്ള സമീപനം, 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കുട്ടി ഇവിടെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തു. 10 വർഷം നബിയോടൊപ്പം ഉണ്ട്, നബിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ. കൊച്ചുകുട്ടിയാണ്, പക്ഷെ ആ കുട്ടി നബിയെ കണ്ട് പഠിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കണം, മാതാപിതാക്കൾ സാലിഹാകണം, എങ്കിലേ മക്കൾ സാലിഹാവുള്ളൂ. അത് വലിയൊരു കടമയാണ്. അല്ല വാപ്പ നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് കട്ടിന്മേ കിടക്കുക റാഹത്തായിട്ട് സിഗരറ്റും വലിച്ചോണ്ട് കാര്യമില്ല. അല്പം മണിച്ചമ്പാട്ടും അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനത്തെ തീമാണെങ്കിൽ എങ്ങനെ മക്കൾ സാലിയാവും? വാപ്പ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ മക്കൾ വലുതാകുമ്പോൾ വാപ്പയേക്കാൾ നല്ല വലിക്കാരനാവും. അതിനേക്കാൾ കൂടിയ ബ്രാൻഡ് ചിലപ്പോൾ അടിച്ചൊന്നും വരും. നമ്മൾ കാണിച്ചു കൊടുക്കുന്നൊരു ശീലം ഒരിക്കലും പാടില്ല. നമ്മൾ കുറേ നന്നാവേണ്ട വശമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പറയാൻ സമയമില്ല, ഒരുപാട് സമയം പോകണ്ടാണ്. ഖദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ മൂസാ നബിയുടെ ചരിത്രം അറിയില്ലേ? സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട സൂക്തമാണ്. 3 പ്രാവശ്യം ഓതണം എന്നാണ്. സൂറത്തുൽ കഹ്ഫ് പറയുന്നില്ലേ, അവര് ഒരു നാട്ടിലേക്ക് ചെന്നു, അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. മോശപ്പെട്ട നാട്ടുകാർ അവരെ തിരസ്കരിച്ചു, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ തിരിച്ചും കൂടെ പോരുമ്പോഴത്തേക്കും ഖദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഒരു പണിയുണ്ട്. എന്നിട്ട് അവിടെ ഒരു വീടിൻ്റെ മതിൽ വല്ലാതെ പൊളിയാറായിരിക്കുക, ആ മതിൽ കറക്റ്റ് കെട്ടിക്കൊടുത്തു. ഖുർആനാണ് ഈ സംഭവം പറയും. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മളിതുവരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അജ്ഞരാണ്, ഖുർആനിൽ തൊട്ട് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. മതിൽ പണി പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. ഖദർ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി ചെന്നതാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ഭക്ഷണം തരാത്ത ഈ ടീമിൻ്റെ ഈ നാട്ടുകാർക്ക്, അവരിൽപ്പെട്ട ഒരു വീട്ടുകാർക്ക് എന്തിനാ ഇങ്ങനെ മതിൽ കെട്ടിക്കൊടുത്തത്? നാം മതിൽ കെട്ടിയിട്ട് അവരോട് പൈസ എങ്ങനെ ചോദിക്കണ്ടേ? ചെയ്തു കൊടുത്തൊരു പണിയല്ലേ, അതിന് പൈസ ചോദിക്കും. ഫുലൂസ് മാഫിയ അല്ലാ, എന്താ പൈസയൊന്നും വാങ്ങാത്ത എന്താണ്? ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യം പറഞ്ഞു കൊടുത്തു. വഅമ്മൽ ജിദാറു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അയ്യുർഹിഖഹുമാ തുഗ്യാനം വകുഫറാ. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا. ഭയങ്കര വാക്കാണ് പറഞ്ഞത്. ഞാനാ കെട്ടിക്കൊടുത്തതാകുന്ന മതിലിൻ്റെ ചുവടെ മനോഹരമായ ഒരു സ്വർണത്തിൻ്റെ നിധികുംഭാരമുണ്ട്. ആ വീടിൻ്റെ ഉടമസ്ഥർ 2 ചെറിയ കുട്ടികളാണ്. വാപ്പ മരണപ്പെട്ടു പോയതാണ്. വാപ്പ കുട്ടികൾ 2 പേരുടെയും വാപ്പ വക്കാന അബൂഹുമാ സാലിഹാ, വാപ്പ സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ. വാപ്പ ഒരു സാലിഹായ മനുഷ്യനാണ്. വാപ്പ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇവിടെ കുഴിച്ചിട്ടതാണ്, ഭൂമിയിൽ കുഴിച്ചിട്ടതാണ്. അവിടെ ഇപ്പൊ ഒരു മതിൽ വന്ന്, ആ മതിൽ ഇപ്പൊ നേരത്തെ പൊളിഞ്ഞു വീണാല് ഈ മക്കളിപ്പോ കുട്ടികളാ, എത്തി മക്കളാണ്, ചെറിയ പൊടി പൈതകളാണ്. ഇവര് വളർന്നു വലുതാകുന്നതിന് മുമ്പായി അത് മറ്റാരെങ്കിലും കൈക്കലാക്കും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ വീണ്ടും മതിൽ പുനർനിർമ്മിച്ചത്. അത് കൊഴിഞ്ഞു വീഴുമ്പോഴത്തേക്ക് ഈ മക്കൾ പ്രായപൂർത്തിയെത്തും. അപ്പോൾ ഇവർ പിന്നെ കെട്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇതെന്തായാലും കാണും, സ്വർണത്തിന്റെ നിധി അത് അവർക്ക് തന്നെ കിട്ടും. അവകാശപ്പെട്ട സ്വത്ത് വാപ്പ സാലിഹായ കാലഘട്ടത്തിൽ വാപ്പ സാലിഹായിരുന്ന മനുഷ്യൻ അദ്ദേഹം ഹലാലായ മാർഗത്തിലൂടെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യം അതെവിടെ കുഴിച്ചിട്ടോ അത് അർഹതപ്പെട്ട നിലയ്ക്ക് മക്കളിൽ എത്തണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട്? അവരുടെ വാപ്പ നല്ല സാലിഹായ മനുഷ്യനായിരുന്നു. ആ സാലിഹായ മനുഷ്യന്റെ മക്കൾക്ക് ഇത് കിട്ടുക തന്നെ വേണം. കാരണം അദ്ദേഹത്തിന്റെ സുഹൃതം കൊണ്ട് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വാപ്പ സാലിഹാണ് എങ്കിൽ തീർച്ചയായിട്ടും മക്കൾ സാലിഹീങ്ങളാകും, ഉറപ്പാണ്.
വാപ്പ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല വാപ്പ സാലിഹാണ് എങ്കിൽ ആ മക്കളെ നന്മയിലേക്ക് നയിക്കാൻ എളുപ്പമാകും. വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാലും അള്ളാഹു ആ മക്കളുടെ കാര്യം ഏറ്റെടുക്കും, സമ്പത്തും ഏറ്റെടുക്കും. അതാണ് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്.